ആവേശമൂത്ത് കല്യാണം കഴിഞ്ഞു. ആദ്യം അമ്മ സമ്മതിക്കാഞ്ഞപ്പോ എനിക്ക് ഭയമായി. പിന്നെ സജീവായിട്ട് വന്ന് സംസാരിച്ചപ്പോൾ അമ്മച്ചി ഫ്ലാറ്റ്. ഓഹോ, ഇനിയെങ്കിലും എന്നെ ലേശം ബഹുമാനിക്കാൻ പഠിക്കും. ഞാനാരാ മുതല്? ഇപ്പൊ അതല്ല പ്രശ്നം. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒന്നായില്ലല്ലോ, അപ്പോഴേക്കും അടുത്ത പ്രശ്നമായ ജാതി തന്നെ. നല്ലതാടാ മോനെ. അതല്ലെന്നേ, ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാ, ഇതിപ്പോ അമ്മ പറഞ്ഞാണ്, അമ്മ പറഞ്ഞു വന്നപ്പോ അവസാനം നമുക്കും സംശയമായി. ഒരു കുട്ടി ഉണ്ടായ ആ കുട്ടീനെ ഏത് ജാതിയിൽ വളർത്തും, ഏത് മതത്തിൽ വളർത്തും, ഏത് അമ്പലത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കും, സ്കൂളിൽ ചേർക്കുമ്പം ഏത് ജാതി മതം കൊടുക്കും? ഒന്നുമില്ലെങ്കിലേ ആ കുട്ടിയൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഏത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും? എന്റെ പൊന്ന് നായിയെ, കുട്ടീനെ മനുഷ്യനായിട്ട് വളർത്ത്. അതെന്താ, ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ലേ? അല്ല, ഇമ്പോർട്ടന്റ് അല്ല. എടാ, നീയും ഞാനും കൂട്ടുകൂടിയത് നമ്മുടെ ജാതി നോക്കിയിട്ടാ? അല്ല, കഴിഞ്ഞ തവണ നീ ആക്സിഡന്റ് ആയി കിടന്ന സമയത്ത് നിനക്ക് ചോര വന്ന സാധിക്ക് ഒന്നിന്റെ മത ഓന്റെ ചോര മേടിച്ചപ്പോ നീ മുസ്ലിമായ? ഇല്ല, മാറിയില്ല. എടാ, കുട്ടീനെ മനുഷ്യനായിട്ട് വളർത്തുക, മനുഷ്യന്മാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ദൈവം, എടാ അവന് സമാധാനം കിട്ടുന്നത് എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കട്ടെ. സ്കൂളിൽ ചേർക്കാൻ പോലെ അവിടെ നോ കാസ്റ്റ് നോ റിലീജിയൻ എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ചേർക്കുക. ജാതി മതം ഇല്ലാതെ ജീവിച്ചാലൊന്നും മരിച്ചു പോകുന്നില്ലല്ലോ. അതൊക്കെ ശരിയാകുമോ? അതൊക്കെ ശരിയാണ്. ഇതൊന്നും ഇല്ലാതെ ജീവിച്ചാലേ തലവെട്ടൻ. ഇത് നോർത്ത് ഇന്ത്യ ഒന്നുമല്ല, നമ്മുടെ കേരളം അല്ലേ. ചെക്കൻ മനുഷ്യനായിട്ട് വളരട്ടടാ, എന്നിട്ട് എന്നെ പോലെ നല്ലൊരു മനുഷ്യനാവട്ടെ. നീ ചോറ് കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല.